ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ഒരു തോട്ട്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗും ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക, അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ റീഡിങ്ങുമായിട്ട് കണക്ട് ആവുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുമ്പോൾ ആദ്യമേ തന്നെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് 5 ഓഫ് wands ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ വളരെയധികം ഒരു വഴക്ക്, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിയിടി പോലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാക്ക് തർക്കങ്ങൾ അതുപോലെയുള്ളൊക്കെ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു ആടിയുലച്ചിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും രണ്ട് ദിക്കിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു വാശിയുള്ള വ്യക്തികളായിരിക്കും. ഒരു സ്വാർത്ഥത എന്നതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ കുറച്ച് വാശികൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്കും വാശിയുള്ള വ്യക്തികൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു വാശിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് അല്ലെങ്കിൽ ഈ ഒരു വേദനകളിലൂടെ കടന്നു പോയിട്ട് നിങ്ങളുടെ വാശി ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളല്ലാതെയായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ. എത്രയും വേഗം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വേണം എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ഇനി വാശി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, എല്ലാം ഒന്ന് ശരിയായ മതി എന്നുള്ള രീതിക്കായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ തോട്ട്സ് ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ വരാം. 8 ഓഫ് wands വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധത്തെ നോക്കിക്കണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികളെല്ലാം മാറി തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ അലട്ടുന്ന ഒരു മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ ഇട്ടിട്ട് പോയോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ഒരു ഭയമാണ് ഇവർ നിൽക്കുന്നത്. ഇവർ തന്നെ ആയിരിക്കാം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തതും, ചിലപ്പോൾ ഇവർ തന്നെ ആയിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നതും എല്ലാം. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് കൂടുതലായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്ന പരിപാടി നിർത്തിയിട്ടുണ്ടായിരിക്കും. ഒന്ന് ബാക്കിലേക്ക് മാറി കാണുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ചേഞ്ച്, നിങ്ങളുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ചേഞ്ച് ഇവരിൽ ഒരുതരം ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. പുറകെ നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും അവരത് എൻജോയ് ചെയ്തിരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിട്ടു പോകില്ല എന്നുള്ള അവരുടെ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ അവരുടെ ഒരു വാശിയിലും അവർ നിന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ മാറിയ സമയത്താണ് അവർക്ക് ഈ ഒരു ഭയം വന്നു കയറി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാഴ്ചപ്പാടുകൾക്കും അവരുടെ ചിന്താഗതികൾക്കും ആറ്റിറ്റ്യൂഡ് എല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുന്നത്. അതുപോലെ ഇവിടെ 3 ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം വിട്ടുപോകുന്ന സമയത്താണ് അവർക്ക്, അല്ലെങ്കിൽ വിട്ടുപോയി എന്ന് അവർ കരുതിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയായിരിക്കും ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ആ പേഴ്സൺ ഇനി നിങ്ങളിലേക്ക് വരട്ടെ എന്നൊരു എനർജിയിലായിരിക്കും നിങ്ങൾ. കാരണം അത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്. 3 ഓഫ് സോൾസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, അവഗണന ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സൈലൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സെൽഫ് ലവ് സ്ട്രെങ്ത് വന്നിരിക്കുന്നതുകൊണ്ട് പല വ്യക്തികളും ഇതിൽ ഒരു സെൽഫ് ലവിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പാഷൻ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അതൊരു എനർജി ആയിട്ട്, അതൊരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഈ ഒരു വ്യക്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മാറ്റങ്ങൾ ആ ഒരു വ്യക്തി കരുതുന്നത് നിങ്ങൾ വിട്ടുപോയോ എന്നോർത്ത് അവരും വിട്ടുപോയി എന്നുള്ള രീതിക്കാണെങ്കിൽ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു മാറ്റങ്ങളിലൂടെ വന്നിരിക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ക്യാരക്ടർ മാറി തുടങ്ങിയിരിക്കുന്നത്. അവരുടെ വാശികളെല്ലാം കെട്ടടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.
ലേൺ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളിലൂടെ അവർ അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുണ്ടായ ഈ ഒരു പ്രശ്നങ്ങളില് അത് രണ്ടുപേർക്കും കൂടെ തന്നെ പറഞ്ഞു തീർക്കാമായിരുന്നു. ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും എത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകുക തന്നെ ചെയ്യണമായിരുന്നു. അത് ചെയ്യാതിരുന്നത് തന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ആ ഒരു ദുഃഖഭാരം, ആ ഒരു കുറ്റബോധം ഇതെല്ലാം ഇവരെ ഇപ്പൊ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ടെൻ ഓഫ് wands ആണ്. അവർ ആ ഒരു ദുഃഖവും പേറി നടക്കുന്ന എനർജിയാണ്. അതോടൊപ്പം ഭയവും. ഒരു സൈഡിൽ നിങ്ങളെ വേണം, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹവും, മറു സൈഡിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇനി വിട്ടുപോയോ എന്നുള്ള രീതിക്കുള്ള ഭയവും, അതുപോലെ തന്നെ ഈ ഒരു ദുഃഖവും. എന്ത് രീതിയിലാണ് ഇതിനെ പരിഹരിക്കേണ്ടത്? സ്വയം ഈ വേദന സഹിച്ചിട്ടും അല്ലെങ്കിൽ മറ്റൊരു മുഖം അണിഞ്ഞു നടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് എക്സ്പ്രസീവ് ആയിരിക്കില്ല, എല്ലാ ഫീലിങ്സും പുറത്തേക്ക് കാണിക്കുന്ന വ്യക്തികളായിരിക്കില്ല. അപ്പൊ ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ കൂടെ ഇവർക്ക് സഹിക്കാൻ പറ്റാതെ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ അനുഭവിച്ച അതേ പെയിൻ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരും അനുഭവിക്കുന്നുണ്ട്. ഇവർ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്താണ് അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ. പക്ഷെ ഇവരുടെ മെയിൻ പ്രശ്നം ഒരു ഓവർ തിങ്കിങ് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ നോക്കുന്നത് തന്നെ ഇവരുടെ തോട്ട്സ് ആണല്ലോ. അപ്പൊ ഇവരുടെ തോട്ട്സിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്. അതും അതിൽ വിജയം വേണം. വെറുതെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിനെ കോംപ്രമൈസ് ചെയ്യിക്കാനായിട്ട് ഇവർക്ക് സാധിക്കണം. അതിലൊരു ഹോപ്പ് ഇവർ തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ട്. സ്റ്റാർ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഇവരിലുണ്ട്. ഇവർക്കൊണ്ട് അതിന് സോൾവ് ചെയ്യാൻ സാധിക്കും. എങ്കിലും ഒരു ഭയം നിങ്ങൾ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ ഇപ്പൊ അറിയുന്നുണ്ടാവില്ല. ഇവർ എന്താണോ നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത്, മറ്റൊരു മുഖംമൂടി അണിഞ്ഞിട്ട് ഒരു ജാടയൊക്കെ ഇട്ട് നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ മനസ്സിന്റെ വേദനകൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ട് നിങ്ങളുടേതായ പാഷന്റെയും പുറകെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഒരുപക്ഷെ നിങ്ങൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല. നിങ്ങളുടെ വേദന ആരും കാണണ്ട എന്നുള്ള രീതിക്ക് നിങ്ങൾ ആ ഒരു രീതിക്ക് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഇവർ അതിനെ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോയി, നിങ്ങൾ വളരെയധികം ചേഞ്ച് ആയി പോയിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പൊ കൈവിട്ട് പോയ സമയത്താണ് ആ ഒരു യഥാർത്ഥ സ്നേഹത്തിന്റെ വാല്യൂ ഇവർക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവരുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു സ്ഥാനം എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അർഹമായ രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം നൽകിക്കൊണ്ട് ആ ഒരു ഫാമിലി എനർജി ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഫാമിലി എനർജി എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ലവ് ആണെന്നുണ്ടെങ്കിലും എന്ത് രീതിക്കുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും അത്രത്തോളം ബോണ്ടിങ്, ഒരു ഫാമിലി ആണ് ഏറ്റവും ബോണ്ടിങ് എന്ന് പറയുന്നത്, ഒരു കുടുംബം എന്ന് പറയുന്നതിന്റെ. അപ്പൊ അത്രയും ഭയങ്കര ഒരു അത്രയും valuable ആയിട്ട് തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ഇതൊന്നും അവര് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവർക്ക് നിങ്ങൾ റിലേഷൻഷിപ്പ് നേരത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളിലൊന്നും ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കണ്ണിന്റെ വില അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഇവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനോ നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. സ്നേഹം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാനൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമയമൊന്നും കൂടുതലായിട്ട് തരാനായിട്ട് ഇവർ തയ്യാറെടുത്തിട്ടുണ്ടാവില്ല. ഒരു കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം, ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഇവരുടേതായ ഒരു ലൈഫ് പാറ്റേൺ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളായിരിക്കും ഇവർ. ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കില്ല ചിലപ്പോൾ. റൊമാൻസ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും ആദ്യ സമയത്തൊക്കെ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഒരു ക്യാരക്ടർ ഒക്കെ മാറി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം വന്നു എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ ഭയങ്കര മെച്യൂരിറ്റി എടുത്ത് ഒരു മുഖംമൂടി പോലെ അണിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലോ ഒക്കെ കാണിച്ചിരിക്കുന്ന പേഴ്സൺ ആയിരിക്കും. അതോടൊപ്പം ഒരു ഭയങ്കരമായ ഒരു വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള വ്യക്തികൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുകയും ഇല്ല. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു രീതി വന്നപ്പോഴേക്കുമാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ക്യാരക്ടറിലും അല്ലെങ്കിൽ രണ്ടുപേരുടെ ക്യാരക്ടറും തമ്മിൽ പലപ്പോഴും ചേർച്ചയില്ലാത്ത ഒരു രീതികളൊക്കെ വന്നിട്ടുണ്ട്. പറഞ്ഞു തീർക്കേണ്ടിയിരുന്ന പല പ്രശ്നങ്ങളും ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി എത്രത്തോളം compromise ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു person ശ്രമിച്ചു കാണില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് mistakes ഒക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങളും ചിലപ്പോൾ ഒന്ന് control ഇല്ലാതെയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ control ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് അർഹമായ രീതിക്ക് ആ ഒരു സ്നേഹമൊക്കെ നൽകി വീണ്ടും അതിനെ compromise എത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു person എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് അത്രത്തോളം അവർ വന്നിട്ടുണ്ടായിരിക്കുകയില്ല. നിരന്തരമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് വന്നപ്പോഴായിരിക്കും റിലേഷൻഷിപ്പിൽ വലിയ രീതിക്ക് ഒരു പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നതും ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആശ്വസിപ്പിക്കാൻ വന്നു നിൽക്കുന്നവർ പാരയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എതിരാളിയായിട്ട് മാറിയിരിക്കുന്ന അവസ്ഥ യൂസ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ.
ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും യഥാർത്ഥമായിട്ടുള്ള മുഖങ്ങളെല്ലാം ഇവർ തിരിച്ചറിയുന്നുണ്ട്. ഇവരുടെ കൂടെ നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥ മുഖവും തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ചേഞ്ചും എല്ലാം കൂടെ വന്നപ്പോഴേക്കും ആണ് ഇവർ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ രൂപം എന്ന് പറയുന്നത് ആ ഒരു സിംഹമായിരുന്ന ഇവർ ഒരു ആട്ടിൻകുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇവർ ആ ഒരു ധാർഷ്ട്യം, ദേഷ്യം എല്ലാത്തിൽ നിന്ന് ഇറങ്ങി ആ ഒരു സാധാരണമായ ലൈഫിലേക്ക് വന്നിട്ട്, അതേ ഒരു ചിന്താഗതിയിലേക്ക് വന്നിട്ട്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സിലേക്ക് എത്തിയിട്ട് ഇപ്പൊ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിലൊരു വിജയം വേണം, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതും എത്രയും വേഗം തന്നെ വേണം എന്നുള്ള രീതിക്കാണ് തോട്ട്സ് പോകുന്നത്. ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താനായിട്ട് സാധ്യമല്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനായിട്ട് അവർ തയ്യാറല്ല. ഇനിയും ഈ ഒരു ദുഃഖം വഹിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു ദേഷ്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ധാർഷ്ട്യം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇനിയും മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നഷ്ടമായി പോകും, എല്ലാം തരിപ്പണമായി പോകും. അപ്പൊ എത്രത്തോളം ഭയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരിപ്പോ ആ ഒരു ഹോപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. ആ ഒരു തോട്ടാണ് അവരുടെ ഉള്ളിലുള്ളത്. കാരണം അവരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് വിട്ടുപോകുമോ എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. Two of Cups ആണ്. അവരുടെ ഒരു ലൈഫ് എൻഡ് വരെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകണം. അതിപ്പോ എന്ത് രീതിയിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു imperfections എല്ലാം തന്നെ ഇവരായിട്ട് തന്നെ സോൾവ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ആക്കി മാറ്റുക. ആ ഒരു പെർഫെക്റ്റ്നെസ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഏറ്റവും മനോഹരമായിട്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്നേഹം, അതുപോലെ ഹാപ്പിനെസ് എല്ലാം കൊണ്ടുവരിക. അല്ലെങ്കിൽ അവരെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നും പറ്റില്ല. ഇവരുടെ ഒരു രീതികൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേണം, വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അപ്പൊ തന്നെ ഉപേക്ഷിക്കണം. ഈ ഒരു രീതിയൊക്കെ പിന്തുടർന്ന് വന്ന വ്യക്തികളാണ്. പക്ഷെ ഇപ്പൊ അതിലൊക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. കാര്യങ്ങൾ നോക്കിക്കാണാനും ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യവും ഇരുത്തി ചിന്തിച്ചതിന് ശേഷം ഒരു മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയും വേഗം ഇതിലൊരു ബാലൻസിങ് കൊണ്ടുവരണം. ഒരു ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു തന്റേതെന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കിയാണ്. ടോക്സിസിറ്റി എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അതിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് ഇപ്പൊ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ഇമോഷൻസ് എല്ലാം ഇങ്ങനെ സ്വയം നിയന്ത്രിച്ച് പിടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഇവരുടേത് എന്നുണ്ടെങ്കിൽ അതൊക്കെ റിലീസ് ചെയ്യാനായിട്ടാണ് ഇവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ക്യാരക്ടറിലൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ മാറില്ലെങ്കിൽ പോലും ചിലപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ മാറ്റാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും പറ്റുന്നതിന്റെ പരമാവധി ഒരു ചേഞ്ച് ക്യാരക്ടറിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് പറന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളായിരിക്കും. പറന്ന് നടക്കുക എന്ന് പറയുമ്പോൾ ഒരു കൂട്ടിൽ അടച്ചിടുന്ന പോലെ ഒരു രീതിക്കൊന്നും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള ഫ്രീഡം നിങ്ങൾ എടുക്കണം. അതിലൊരു കൺട്രോളോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഇവർ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വന്നാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സർപ്രൈസ് ആയിട്ട് വന്നാലോ എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു ഭയവും കയറി വരുന്നുണ്ട്. ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവരെ റിജക്റ്റ് ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിരുന്നു ഇവർ ഓവർ തിങ്കിങ്ങിന്റെ അങ്ങേ അറ്റമാണെന്നുള്ളത്. അപ്പൊ ആ ഒരു ഇവര് പല രീതിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ചിന്തിക്കുകയാണ്. ഒരു സൈഡ് കൊണ്ട് ഹോപ്പ് വന്നിട്ടുണ്ട്, ആ ഒരു ഹോപ്പ് വെച്ച് വരാൻ തീരുമാനിക്കുന്നു, കമ്മ്യൂണിക്കേഷനിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നു, നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള രീതിക്ക് നിൽക്കുന്നു. പക്ഷെ എല്ലാത്തിലും ഒരുതരം ജഗ്ലിംഗ് എനർജിയാണ്. വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്ക് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ബ്ലോക്ക് മാറ്റണം എന്ന് ഇപ്പൊ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരു തിങ്കിങ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിങ്ങനെ ലാസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ഒരു റൊമാൻറ്റിക് സർപ്രൈസ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് വേണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ടെമ്പറൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബാലൻസിങ് കൈവരുത്തണം. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സൺ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുകയാണ്. അവരുടെ ചിന്ത എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡിൽ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി അവരെ നിങ്ങളിലേക്കാണ് ആക്ച്വലി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അറിയുന്നില്ല.
ഓക്കെ, കാരണം നിങ്ങളുടെ ഒരു എനർജിയിൽ ഇവിടെ വന്നിരിക്കുന്ന വേരിയേഷൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സെൽഫ് ലവിലേക്ക് കടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കുറച്ച് കൂടുതലായിട്ട് ഇത് റെസനേറ്റ് ആവുക. അല്ലാത്തവരാണ് ബാക്കി കാര്യങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരിക. നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. കാരണം നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയാൽ മാത്രമാണ് മറ്റൊരാൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ തന്നെ നമ്മൾ ആദ്യം സ്നേഹിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. എന്തൊക്കെ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു തടസ്സങ്ങളെ എല്ലാം പൂർണ്ണമായിട്ടും അവഗണിക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു വിഷ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ എത്രയും വേഗം അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക, നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകുക. അതിലൂടെ അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഇവർ ചിന്തിക്കുന്നത്. റിസ്ക് എന്ന് പറയാൻ കാരണം ഇവരുടെ ചിന്താഗതിയാണ് റിസ്ക് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സൺ വരാനായിട്ടുള്ള വെയിറ്റിംഗിലായിരിക്കാം ചിലപ്പോൾ. അവരുടെ ക്യാരക്ടർ ഒക്കെ മാറി വരണം എന്ന് മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷെ ഇവരിങ്ങനെ ചിന്തിക്കാൻ കാരണം അവരുടെ ഭയം കൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ ആദ്യ സമയങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ തന്നിരുന്ന ആ ഒരു റൊമാൻസ്, ആ ഒരു സ്നേഹം, അതേക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇവർക്ക് തന്നെ ഇപ്പോൾ ഒരുപാട് വേദനയുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ മാറിപ്പോയത്? എന്താണ് അങ്ങനെ മാറാനുണ്ടായ ഒരു കാരണം? അങ്ങനെ മാറാനായിട്ട് പാടില്ല എന്നുള്ളതൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ ഒരു പഴയകാല മെമ്മറീസ് ഒക്കെ മൈൻഡിലേക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സമയത്ത്, അതായത് ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈം, ഇതെല്ലാം ഇവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിക്ക് പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം, പിന്നീടായിരിക്കാം നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്, ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോയിരിക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെ ആ ഒരു പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ളതും, അതുപോലെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിക്ക് കൂടെ ഒരു ബോണ്ടിങ് ഇതിൽ വേണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടുതൽ മനോഹരമാക്കാൻ സാധിച്ചാലോ വീണ്ടും ഒരു അഴിച്ചുപണി നടത്തുക, ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. എവിടെയൊക്കെയാണോ പറ്റിപ്പോയ തെറ്റുകൾ അവിടെയെല്ലാം വീണ്ടും ഒന്ന് പുതുക്കി പണിയുക, വീണ്ടും അതിനെയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ആ ഒരു സെറ്റ് ചെയ്തെടുത്തതിലൂടെ വീണ്ടും തനിക്ക് വിട്ടുപോയ ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്നു. എന്നുവെച്ചാൽ ഇവരുടെ ഭാഗത്തുനിന്ന് കുറെ മിസ്റ്റേക്സ് ഒക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ നോക്കുന്നത് ഇവരുടെ തോട്ട്സ് ആയതുകൊണ്ടിട്ട് ഇവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റുകളെല്ലാം തിരുത്താൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ ഇവര് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് ആ ഒരു ജേർണി എഗെയിൻ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തൻ്റേത് ഇപ്പോൾ ഒരു പരിവർത്തനം സ്റ്റേജ് ആണ്. കാരണം തനിക്ക് ഈ ഒരു ദുഃഖം ഇനിയും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു ജഡ്ജ്മെന്റ് ലഭിക്കണം. ഒരു പുനർജന്മം പോലെ ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം. അതിലൂടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെയധികം മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോകണം. ഒറ്റപ്പെട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തു കിടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ ഒരു മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടുക എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ ഒരുപാട് റിലേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് നിൽക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് ദൂരത്തുള്ള വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ദൂരെ, ഇവർ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഇവരായിരിക്കാം ദൂരെ. അപ്പൊ ഇവർക്ക് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് മറ്റെങ്ങിൽ നിന്നും കിട്ടിയിട്ടില്ല. ഒരു ഹേർട്ട് ബ്രേക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇപ്പൊ എല്ലാം കൊണ്ടും നിൽക്കുന്നത്. ജീവിതത്തിൽ മാനസികപരമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. ഇനി എന്തൊക്കെയാണ് ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ സാക്രിഫൈസ് ചെയ്യേണ്ടത്, എന്താണ് താൻ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഇതിനകത്തൊരു പോസിബിലിറ്റി എടുക്കേണ്ടത്, അതിന്റെ സോഴ്സ് എങ്ങനെയാണ്, ഈ ഒരു രീതിയിലെല്ലാം ഇവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്ത് 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 ആകപ്പാടെ ഒരു ഡൗൺ സ്റ്റേജിൽ തന്നെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എത്രത്തോളം ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തോട്ട്സ് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിയിലാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കണക്ട് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു വിഷ്വലൈസേഷന്റെ മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും, അതുപോലെ നിങ്ങളുടെ സെൽഫ് ലവിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇവരിലേക്ക് ഈ ഒരു കണക്ഷൻ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അട്രാക്റ്റ് ആയിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇവരുടെ ആ ഒരു മനസ്സിന്റെ വാതിലൊക്കെ പൂർണ്ണമായിട്ടും തുറന്നിരിക്കുന്നു. അതായത് ഇവരുടെ ഹാർട്ട് ചക്രാസ് എല്ലാം ഓപ്പൺ ആയിരിക്കുന്നു. അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും സീക്രട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ടും റിലീസ് ചെയ്യാനും ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് അപ്പോളജിയോട് കൂടി തന്നെ പറയാനും ഇവർ തയ്യാറെടുക്കുന്നുണ്ട്. കാരണം റിലേഷൻഷിപ്പിന് വീണ്ടും ഒരു അബണ്ടൻസ് വേണം എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ അതുപോലെ തന്നെ
ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ ഒരു ലോങ് ടേം ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, ഒരു ഹാപ്പിനെസ് ഇതിൽ കൊണ്ടുവരിക, ഒരു റീബർത്ത് കൊണ്ടുവന്നിട്ട് എത്രയും വേഗം വളരെ മനോഹരമായിട്ട് ഇതിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള രീതിക്ക്. വിട്ടു പോകരുത്, എത്രയും വേഗം തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികൾ. ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ തോട്ട്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഇമോഷൻസ് കൂടെ നമുക്ക് നോക്കാം. clarity, peace, faith, creativity, alignment, balance, energy, purpose, harmony, healing. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സമാധാനം വേണം എന്നുള്ള രീതിക്കാണ്. വിധിയെ പഴിച്ചുകൊണ്ട് മാത്രം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം വിധിയാണെന്നുള്ള രീതിക്ക് ഇരിക്കാനായിട്ട് അവർ തയ്യാറല്ല. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ അലൈൻമെന്റ് കൊണ്ടുവരണം. അതിന് ആദ്യം വേണ്ടത് സ്വയം ഹീൽ ആവുക എന്നുള്ളതാണ്. ഇതിന്റെ ഒരു വിധി എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനി എന്നുള്ള രീതിക്കാണ്. അപ്പൊ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം തനിക്ക് തന്നെ ഒരു ഹീലിംഗ് നടക്കണം. അതിലൂടെ ഇതിലൊരു അലൈൻമെന്റ് ആദ്യം കൊണ്ടുവരിക. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, സ്വന്തം മിസ്റ്റേക്സ് എല്ലാം തന്നെ ഇപ്പൊ അവർക്ക് ക്ലാരിറ്റിയോട് കൂടി തന്നെ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റിയോട് കൂടി തന്നെ ഇതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർക്കൊരു സമാധാനപരമായ സന്തോഷം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനപരമായ ജീവിതമാണ് വേണ്ടത്. അതിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആണ്. ഓക്കെ, അവരുടെ ലൈഫ് പർപ്പസ് ആയിട്ട് അവർ കാണുന്നത് നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷപരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. കാരണം നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനി എന്നുള്ള രീതിക്ക് ചിന്തിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിങ് കൊണ്ടുവന്നിട്ട് ഇതിനെ ഒരു സന്തോഷാവസ്ഥയിലേക്ക് എത്തിക്കുക. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നിങ്ങളുടെ എനർജി ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഇപ്പൊ ആ ഒരു പേഴ്സൺ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ളത് നിങ്ങളിൽ മാത്രമാണ്. അവരുടെ കൂടെ നിന്നവരിൽ നിന്നൊക്കെ അവർക്ക് ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടികളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് വ്യക്തികളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികപരമായിട്ടൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ട്രസ്റ്റ് നിൽക്കുന്നത് നിങ്ങളിലാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് അതൊരു സമാധാനവും അതുപോലെ തന്നെ സന്തോഷവുമാണ്. പിന്നെ നിങ്ങളുടെ എനർജി എപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ഹാപ്പിനെസ് നൽകുന്നുമുണ്ട്. അപ്പൊ എല്ലാ രീതിക്കും ഇവർ ചിന്തിക്കുമ്പോൾ അവർക്ക് വേണ്ട ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ള രീതിക്ക് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ലൈഫ് പർപ്പസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും താനായിട്ട് തന്നെ ചെയ്യണം. ക്രിയേറ്റിവിറ്റി ആണ്. അതിന് വേണ്ടിയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ആ ഒരു അലൈൻമെന്റിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നുണ്ട്. മാനസികപരമായിട്ട് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ആദ്യമേ തന്നെ സ്വയം ഹീൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരുടെ ക്യാരക്ടറിനെ അവർ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവരെ തന്നെ അവർ ഹീൽ ചെയ്യിക്കുകയാണ്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ്. അപ്പൊ ഇതാണ് അവരുടെ ഒരു ഇമോഷൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴും വരുന്ന ഒരു തോട്ട്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഭയമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഭയം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പോസിറ്റീവ് എനർജിയിലാണ്. ഓക്കെ, എന്നുവെച്ചാൽ ചില റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ്. ഈ ഒരു ഭയം വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവർക്ക് നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ മെയിൻ കാരണം നിങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾ തന്നെയാണ് ഇവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എനർജി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ ബ്ലെസ്സിങ് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സണെ ചിന്തിപ്പിച്ചു തുടങ്ങാനായിട്ടുള്ള കാരണവും. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. Capricorn 34, Aquarius, Calicut district 36, A എന്നൊരു ലെറ്റർ, P എന്നൊരു ലെറ്റർ,
കാസർഗോഡ്, മലപ്പുറം, ഉത്രം നക്ഷത്രം, വയനാട്, എച്ച് എന്നൊരു ലെറ്റർ, കെ എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, എസ് എന്നൊരു ലെറ്റർ, രേവതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, 4 എന്നൊരു നമ്പർ, കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, ഓഗസ്റ്റ് മന്ത്, ലിയോ സോഡിയാക് സൈൻ ആണ്, എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. ജെമിനി എന്നൊരു സ്റ്റാർ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മകം എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അതോടൊപ്പം തന്നെ വീഡിയോ റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.